യശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലെ 6-ാം അധ്യായത്തിന്റെ ചില ഭാഗങ്ങൾ ദൈവസഭയുടെ ആരാധനയോട് നടുവിൽ ഞാൻ ശുശ്രൂഷിച്ചു. 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് രാത്രി കടന്നു വരാം. 4-ാം അധ്യായത്തിലെ ചില ചിന്തകൾ ധ്യാനിച്ച് നമുക്കറിയാവുന്ന ചില വേദഭാഗങ്ങളാണ്. ധ്യാനിച്ച് ഒരുമിച്ച് അവനെ ആരാധിച്ച് മടങ്ങുവാനായിട്ട് കരങ്ങളെ ശ്രമപ്പെടുന്നു. 4-ാം അധ്യായത്തിന്റെ ആദ്യ മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, അന്ന് 7 സ്ത്രീകൾ ഒരു പുരുഷനെ പിടിച്ച്, ഞങ്ങൾ സ്വന്തം വകകൊണ്ട് അഹോഹൃതി കഴിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തുകൊള്ളാം, നിന്റെ പേർ മാത്രം ഞങ്ങൾക്ക് ഇരിക്കട്ടെ. ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഇസ്രായേൽ ജനം പലപ്പോഴായി ശത്രുവിന്റെ കരങ്ങളിൽ അപഹരിക്കപ്പെടുന്നത് ദൈവത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പല ശക്തികൾ അവരെ കീഴ്പ്പെടുത്തുകയും പരാജയപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് ദൈവം അത് അനുവദിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പല സന്ദർഭങ്ങളിലായി അവർ ശത്രുക്കളാൽ കഷ്ടപ്പെടുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ശത്രുക്കൾ അവരെ ആക്രമിക്കുന്നുണ്ട്. അവരുടെ പുരുഷന്മാരെ ഒക്കെ കൊന്നു കളയുന്നുണ്ട്. ഒരു പുരുഷന് 7 സ്ത്രീകൾ എന്നുള്ള ക്രമത്തിലേക്ക് വരെ സാഹചര്യമാകുന്ന ഒരവസ്ഥ ഇസ്രായേൽ ജനത്തിന് ഉണ്ടാകുന്നതാണ് നാം പ്രാരംഭമായി വായിച്ചത്. അപ്പോൾ അങ്ങനെ അവർ യുദ്ധങ്ങളിൽ കൂടെ പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അന്നാളിൽ യഹോവയുടെ മുള ഭംഗിയും മഹത്വവും ഉള്ളതും ഭൂമിയുടെ ഫലം ഇസ്രായേലിന്റെ രക്ഷിത ഗണത്തിന് മഹിമയും അഴകും ഉള്ളതും ആയിരിക്കും. യേശു കർത്താവിനെ കുറിച്ചുള്ള നിരവധി പ്രവചന ശബ്ദങ്ങൾ സംവത്സരങ്ങൾക്ക് മുമ്പ് യശയ്യാപ്രവാചകൻ പ്രവചിച്ചത് നമുക്ക് കാണാൻ കഴിയും. അതിൽ എപ്പോഴും നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതാണ് 53-ാമത്തെ അധ്യായം. കർത്താവിനെ കുറിച്ചുള്ള ക്രൂശീകരണത്തെ കുറിച്ചുള്ള ചില പ്രവചന ശബ്ദങ്ങൾ യശയ്യാവ് പ്രവചിച്ചത് 53-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ പല അധ്യായങ്ങളിൽ കർത്താവിനെ കുറിച്ചുള്ള ജനനം, മരണം, അടക്ക, പുനരുത്ഥാനങ്ങളൊക്കെ സംവത്സരങ്ങൾക്ക് മുമ്പ് യശയ്യാവ് പ്രവാചകൻ പ്രവചിച്ചു എന്നുള്ളതാണ് യശയ്യാവ് പ്രവാചകന്റെ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി വേദപണ്ഡിതർ കാണുവാൻ ആഗ്രഹിക്കുന്നത്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ യഹോവയുടെ മുള എന്ന് എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുവരെ ഇസ്രായേലിന്റെ പരാജയങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു വന്ന യെശയ്യാവ് പെട്ടെന്ന് 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയാണ്. ഈ സാഹചര്യങ്ങളൊക്കെ മാറുവാനിടയായിത്തീരും. യഹോവയുടെ ഒരു മുള വെളിപ്പെടുവാനിടയായിത്തീരും. ഭംഗിയും മഹത്വമുള്ളതുമായ രക്ഷിതഗണത്തിനും മഹിമയും അഴകുമുള്ളതായ ഒരു മുള വെളിപ്പെടുവാൻ പോകുന്നു. 3-ാമത്തെ വാക്യം, കർത്താവ് ന്യായവിധിയുടെ കാറ്റുകൊണ്ടും ദഹനത്തിന്റെ കാറ്റുകൊണ്ടും സിയോൻ പുത്രിമാരുടെ ഇസ്രായേലിന്റെ മലിനത കഴുകിക്കളയുവാൻ, രക്തപാതകമുണ്ടെങ്കിൽ അത് നടുവിൽ നീക്കി വെടിപ്പാക്കുവാൻ. ആമേൻ. അപ്പോൾ പഴയ നിയമത്തിലും ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, മലിനത കഴുകിക്കളയണമെങ്കിൽ, രക്തപാതകം നീക്കി വെടിപ്പാക്കണമെങ്കിൽ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. യേശു കർത്താവിനെ കുറിച്ചുള്ള 2-ാമത്തെ വാക്യത്തിലുള്ള പ്രവചന ദൂത് സംസാരിച്ച ശേഷം 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മലിനത നീക്കുന്ന, കഴുകിക്കളയുന്ന, രക്തപാതകത്തിൽ നിന്ന് വെടിപ്പാക്കുന്ന കർത്താവിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്. നിശ്ചയമായും യേശു കർത്താവിനെ കുറിച്ച് തന്നെയാണ് അവിടെ പരാമർശിക്കുന്നത്. 1 യോഹന്നാന്റെ അധ്യായം, 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 7, 8, 9 വാക്യങ്ങൾ വളരെ പരിചിതമായ വാക്യങ്ങളാണ്. നമ്മൾ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. താഴത്തെ വാക്യം, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, നാളുകൾക്ക് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, സ്നാനപ്പെട്ടവരായിരിക്കാം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ആരാധിക്കുന്നവരായിരിക്കാം, അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിക്കുന്നവരായിരിക്കാം, ദൈവസാന്നിധ്യം ഒക്കെ അനുഭവിക്കുന്നവരാണെങ്കിലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ ചെറിയ ചെറിയ പരാജയങ്ങൾ, ബലഹീനതകളൊക്കെ സംഭവിക്കാറുണ്ട്. മനസ്സാന്തരം ഒരിക്കലായി സംഭവിച്ച് അവസാനിക്കുന്നതല്ല. രക്ഷയുടെ അനുഭവം ഒരിക്കലായി ആരംഭിച്ചു തീരുന്നതല്ല. അത് നാം ധ്യാനിച്ചതാണ്. ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കേണ്ട ഒരു അനുഭവമാണ്, അല്ലെ? മാനസാന്തരത്തിന് തക്കവണ്ണമുള്ള യോഗ്യമായ ഫലം കായ്പിൻ. മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നാം ഓരോ ദിവസവും, ഓരോ നിമിഷവും. അപ്പോൾ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തോട് അത്ര അടുത്ത് ബന്ധമുള്ള ജീവിതം നയിക്കുന്നുവെങ്കിലും പലപ്പോഴും നമ്മുടെ ചിന്തകളിൽ, ഭാവങ്ങളിൽ, ഇടപെടലുകളിൽ, നോട്ടങ്ങളിൽ, രീതികളിൽ ഒക്കെ പാപ സ്വഭാവം നമ്മുടെ അകത്ത് പഴയ മനുഷ്യൻ ഇടയ്ക്കൊന്ന്
തല പൊക്കാറൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ സമ്മതിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പഴയ മനുഷ്യനടക്കൊക്കെ ഒന്ന് തല പൊക്കാറുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ അത് അറിയാവുന്നത് കൊണ്ടാണ് പറയുന്നത്, നിങ്ങളിൽ പാപമില്ല എന്ന് പറയുന്നെങ്കിൽ എന്താ, നിങ്ങളെ തന്നെ വഞ്ചിക്കുക. പക്ഷെ അവിടെ കൊണ്ട് യോഹന്നാൻ നിർത്തുന്നില്ല. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം, സ്നാനപ്പെട്ട വ്യക്തിയായിരിക്കാം, അഭിഷേകം പ്രാപിച്ച വ്യക്തിയായിരിക്കാം. എന്നാൽ ദൈവകൃപയിൽ നിന്ന് അകന്നുപോയ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ, കർത്താവിൽ നിന്ന് ഹല്ലേലൂയ പാപം ചെയ്ത പാപത്തിൽ വീണുപോയ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഏത് നിമിഷവും മടങ്ങി വന്നാൽ ഹല്ലേലൂയ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു. നമ്മുടെ കുറവുകൾ, പരാജയങ്ങൾ, അന്നുള്ള ജീവിതത്തിൽ സംഭവിക്കുന്ന, സംസാരത്തിൽ, ഇടപെടലുകളിൽ, ചിന്തകളിൽ സംഭവിക്കുന്ന കുറവുകളെ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറയുമെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നവനാണ്, അനീതിയെ പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെയാണ് യെശയ്യാ പ്രവാചകനോട് പറയുന്നത്, അവൻ വെടിപ്പാക്കുന്നവനാണ്, കഴുകിക്കളയുന്നവനാണ്. കർത്താവ് രക്തം ചിന്തിയത് അതിനുവേണ്ടിയാണ്. 4-ാം വാക്യത്തിൽ സീയോനിൽ മിഞ്ചിയിരിക്കുന്നവനും യെരൂശലേമിൽ ശേഷിച്ചിരിക്കുന്നവനും ജീവനുള്ളവരുടെ കൂട്ടത്തിൽ ഏവനും തന്നെ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടുമ്പോൾ മലിനത കഴുകിക്കളയുന്ന, ഹല്ലേലൂയ, രക്തവാതകം നീക്കി വെടിപ്പാക്കുന്നവരെ കർത്താവ് വിളിക്കുന്ന പേരെന്താ? വിശുദ്ധൻ. ഹല്ലേലൂയ. എന്നെ വിശ്വാസം കൊണ്ടുവന്ന എന്റെ കൂട്ടുകാരനെ ഞങ്ങളുടെ കോളേജിൽ അവരുടെ ക്ലാസ്സിൽ വിളിക്കുന്ന പേര് വിശുദ്ധൻ. നമ്മൾ എപ്പോഴും ആത്മീയ കാര്യങ്ങൾ മാത്രം കളിയാക്കി വിളിക്കുന്നതാണ്. ആത്മീയ കാര്യങ്ങൾ മാത്രം സംസാരിക്കും ആ വിശുദ്ധൻ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തെ ഒരു വലിയ രൂപക്കൂട്ടിലിട്ട് കൊണ്ട് നടക്കുന്ന പോലാണ് അദ്ദേഹത്തെ ക്ലാസ് കൊണ്ട് നടന്നത്. കളിയാക്കിയാണ് പറയുന്നത്. പക്ഷെങ്കിൽ ദൈവത്തിന് വചനം പറഞ്ഞു, നീ വെടിപ്പാക്കപ്പെട്ടവനെങ്കിൽ, മലിനത നീക്കപ്പെട്ടവനെങ്കിൽ, ഹല്ലേലൂയ, കഴുകപ്പെട്ടവനെങ്കിൽ നിന്റെ പേരെന്താ? ദൈവം നിന്നെ വിളിക്കുന്നത് വിശുദ്ധൻ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുണ്ടോ കേൾക്കുമ്പോൾ? പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ വിളിക്കുന്നത്, കർത്താവ് നമ്മെ നോക്കുമ്പോൾ യേശുവിന്റെ രക്തത്തിൽ കൂടെയാണ് നമ്മെ നോക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മെ നോക്കുന്നത് യേശുവിന്റെ രക്തത്തിൽ കൂടെയാണ്. അവൻ രക്തത്താൽ നമ്മെ കഴുകി വെടിപ്പാക്കിയത് കൊണ്ട് പഴയ നിയമത്തിൽ ഇസ്രായേൽ മലിനത നീക്കപ്പെട്ടവളെങ്കിൽ അവളെ വിളിക്കുന്നത് വിശുദ്ധൻ എന്നാകുന്നു എന്ന് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 5-ാമത്തെ വാക്യം, പകലിന് ഒരു മേഘവും, വിശുദ്ധന് ദൈവത്തിന്റെ ഒരു മറവുണ്ട്, ദൈവത്തിന്റെ ഒരു സംരക്ഷണമുണ്ട്. ആദ്യത്തെ ഭാഗങ്ങളാണ് ഓരോ ഭാഗങ്ങളായിട്ട് വരികയാണ്. ഒന്ന്, നാം നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ അവൻ നമ്മെ വിളിക്കുന്ന പേര് വിശുദ്ധൻ എന്നാകുന്നു. വിശുദ്ധനുള്ള ഹല്ലേലൂയ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അതാണ് കൊടുക്കുന്നത്. പകലിന് ഒരു മേഘവും, മേഘസ്തംഭത്തിൽ യാത്ര ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട്. ആരാ? അല്ലേ? ഇസ്രായേൽ പകൽ മേഘസ്തംഭത്തിൽ യാത്ര ചെയ്യുക. അതേ അരുളപ്പാടുകളാണ് സംവത്സരങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവചിക്കുന്നത്. പകലിന് ഒരു മേഘവും പുകയും, ചൂടനുഭവിക്കാതിരിക്കുവാൻ, ഈ ജലത്തിന് സൂര്യന്റെ ചൂടനുഭവിക്കാതിരിക്കുവാൻ പകലിനൊരു മേഘവും പുകയും കൊടുക്കുന്ന ദൈവം. രാത്രിക്ക് അഗ്നിജാലയുടെ പ്രകാശം, സൃഷ്ടിക്കും. സകല തേജസ്സിൻ മീതെ ഒരു വിധാനം ഉണ്ടായിരിക്കും. പകൽ വെയിൽ കൊള്ളാതിരിപ്പാൻ തണലായും. നോക്കണമേ, ദൈവത്തിന്റെ സംരക്ഷണ വിശേഷത്തിലേക്ക് നോക്കിയേ. വിശുദ്ധനെന്നുള്ള പദവിയിലേക്ക് വരുന്ന, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നോക്കിയേ. ഹല്ലേലൂയ. അവൻ പകൽ വെയിൽ കൊള്ളാതിരിപ്പാൻ, ഹല്ലേലൂയ, തണലായി, കൊടുങ്കാറ്റും മഴയും തട്ടാതിരിപ്പാൻ സങ്കേതമായി, മറവിടമായ ഒരു കൂടാരം ഉണ്ടായിരിക്കും. എത്ര പേര് ഇന്ന് കേൾക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ശത്രു എന്നെ നോക്കാതെ വണ്ണം, ദുഷ്ടൻ എന്നെ തൊടാതെ വണ്ണം, ഹല്ലേലൂയ, എന്റെ സാഹചര്യങ്ങൾ എനിക്ക് വിരോധമാകാതെ വണ്ണം, ഹല്ലേലൂയ, എനിക്ക് തണലായി വ്യാപരിക്കുന്ന ഒരു ദൈവമുണ്ട്, എനിക്ക് കൂടാരമായി വ്യാപരിക്കുന്നത്.
തോന്നുമെങ്കിലും ഹല്ലേലൂയ ദൈവം നമ്മെ വിശുദ്ധനായ കാണുന്നത്. ഹല്ലേലൂയ കർത്താവിന്റെ രക്തത്താൽ മലിനത നീക്കപ്പെട്ട നീ വിശുദ്ധൻ എന്ന പദവിക്ക് യോഗ്യനാണ്. നീ വിശുദ്ധനാണെങ്കിൽ ദൈവം നിനക്ക് മറവിടമായിരിക്കും. നീ വിശുദ്ധനാണെങ്കിൽ ദൈവം നിനക്ക് തണലായിരിക്കും. നീ വിശുദ്ധനാണെങ്കിൽ ദൈവം നിനക്ക് കൂടാരമായിരിക്കും. ഇന്ന് രാത്രി പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ സംഭവം രാത്രി അഗ്നിസ്തംഭമുണ്ട്. ഇസ്രായേലിനെ ദൈവത്തിന്റെ കരം. ചെറിയ കുറച്ച് വാക്യങ്ങളുള്ള 4-ാം അധ്യായത്തിൽ. അതുകൊണ്ട് ആ അധ്യായം തീർക്കണമെന്ന് ഈ ചെറിയ സമയത്തുള്ള എനിക്ക് ആഗ്രഹമുണ്ട്. ഓടി പോകാം. ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് തന്നെ വരാം. ഹല്ലേലൂയ. യഹോവയുടെ മുള എന്നുള്ള പദമാണ് നാം 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ കാണുന്നത്. യഹോവയുടെ മുള. ഹല്ലേലൂയ. ഇതേ പദങ്ങൾ തന്നെ യെശയ്യാവ് വീണ്ടും ആവർത്തിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം പഠിക്കുമ്പോൾ അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭിണിയായ ഒരു അടയാളം സംഭവിക്കാൻ പോവുകയാണ്. ഇതുവരെ ലോകത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത, ഉലകമുണ്ടായിട്ട് ഭൂമി ഉണ്ടായിട്ട് ഇതുവരെ നടന്നിട്ടില്ലാത്ത ഒരടയാളം ഞാൻ നിങ്ങൾക്ക് തരും. ആ അടയാളം എന്താണ്? കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്ന പേർ വിളിക്കും. സ്വർഗത്തിൽ ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നവൻ, തൃത്വത്തിൽ ഒരുവനായവൻ, വചനമെന്ന് യോഹന്നാൻ വെളിപ്പെടുത്തിയവൻ. ഹല്ലേലൂയ. കന്യക ഗർഭിണിയായി ഭൂമിയിലേക്ക് വെളിപ്പെടാൻ പോവുകയാണ്. എന്താണ് ദൈവത്തിന്റെ പദ്ധതിയുടെ ഉദ്ദേശം? ദൈവം നമ്മോടുകൂടെ. ഹല്ലേലൂയ. അവൻ സ്വർഗത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയും ഭൂമിയിൽ മനുഷ്യൻ ചലിക്കുകയും ചെയ്യുകയല്ല. ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ദൈവം നമ്മോടുകൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. സമാഗമന കൂടാരത്തെ കുറിച്ച് നാം കേട്ടു. യഹോവയുടെ പെട്ടകത്തെ കുറിച്ച് നാം കേട്ടു. ഇതൊക്കെ ദൈവം അനുവദിച്ചത് എന്ത് കാര്യത്തിന് വേണ്ടിയാണ്? ദൈവം മനുഷ്യനുമായി വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ ഒറ്റ കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ദൈവം മോശയെ കൊണ്ട് സൃഷ്ടിച്ചത്. എന്നാൽ ഇവിടെ പറയുകയാണ്, യെശയ്യാ പ്രവചിക്കുകയാണ്, സംവത്സരങ്ങൾക്ക് മുമ്പ്, കർത്താവ് ജനിക്കുന്നതിന് മുമ്പ് യെശയ്യാ പ്രവചിക്കുന്നു, നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു അടയാളം കാണാൻ പോവുകയാണ്. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തൊരു ദൈവപ്രവൃത്തി. കന്യക ഗർഭിണിയാകുന്നു. ഒരു ഇമ്മാനുവേൽ വെളിപ്പെടുന്നു. ഈ ദൂതിന്റെ രാത്രി കേൾക്കുമ്പോൾ ഒന്ന് വിശ്വസിക്കാനുള്ള തയ്യാറാകാം. ഇതുവരെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത ചില ദൈവ പ്രവൃത്തികൾ, ദൈവത്തിന്റെ പദ്ധതികൾ ഇന്ന് രാത്രി ദൈവം എനിക്ക് വേണ്ടി അടയാളമായി ചെയ്യുമെന്ന് യേശു കർത്താവിന് വേണ്ടി ദൈവം ചെയ്തെങ്കിൽ എന്റെ ദൈവം എനിക്ക് വേണ്ടി ചില അടയാളങ്ങൾ, ചില വീര്യപ്രവൃത്തികൾ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിലും അതേ വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. 1-2 വാക്യങ്ങൾ. എന്നാൽ ഈശായുടെ കുറ്റിയിൽ നിന്ന്, അതാ ഈശായുടെ ഭവനത്തിൽ ദാവീദിന്റെ സന്തതിയായാണ് അവൻ ജനിക്കുന്നത്. അതുകൊണ്ട് ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള, അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് യഹോവയുടെ മുള, ഒരു മുള പൊട്ടിപ്പുറപ്പെടും. അവന്റെ വേരുകളിൽ നിന്ന് ആ ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവിടെ യേശു കർത്താവിനെ കുറിച്ച് തന്നെ ഹല്ലേലൂയ യെശയ്യാ പ്രവചിച്ചു പറയുന്നു. ഹല്ലേലൂയ. ഒരു മുള പൊട്ടിപ്പുറപ്പെടുവാൻ പോവുകയാണ്. എവിടുന്നാണ്? ഹല്ലേലൂയ. അകറ്റി നിർത്തിയിടത്ത് നിന്ന്, കാറ്റിൽ ഓടിച്ചു വിട്ടിടത്ത് നിന്ന്, നിന്ദിച്ചു പരിഹസിച്ചു മാറ്റിയ കുടുംബത്തിനകത്ത് നിന്ന്, ഈശായുടെ കുറ്റിയിൽ നിന്ന്, ഹല്ലേലൂയ, ദാവീദിന്റെ സന്തതിയായി ഒരു മുള പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നു. എവിടെയാണ് അപമാനിക്കപ്പെടുന്നത്? എവിടെയാണ് പരാജയപ്പെടുന്നത്? അന്നത്തെ ബൈബിൾ സ്റ്റഡി ഒരു സമായോഗമായി തീരുമെന്ന് എനിക്ക് ഈ വാക്യങ്ങൾ ചിന്തിച്ചപ്പോൾ തന്നെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവസാനമായി കുറച്ച് ആരാധിക്കണമെന്ന് ഞാൻ താല്പര്യപ്പെട്ടത്. ഹല്ലേലൂയ. ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും. കർത്താവിനെ കുറിച്ചുള്ള പ്രവചന ശബ്ദം. എന്നാൽ അവന്റെ പ്രത്യേകത ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട്. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും.
പരിശുദ്ധാത്മാവിൽ ബൈബിൾ സ്റ്റഡി ആണെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവം ദൂത് വരുന്നുണ്ട് പറയട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി ഒന്ന് ശക്തിയോടെ നിറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ദൂതൊന്ന് വിശ്വസിച്ചോ. യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. എങ്ങനത്തെ ആത്മാവാണ്? ജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, യഹോവയുടെ ആത്മാവ്. യേശു കർത്താവിൽ വെളിപ്പെടാൻ പോകുന്ന ഈശായുടെ കുട്ടിയിൽ ജനിച്ച നസ്രത്തുകാരനായ യേശുവിൽ മറിയുടെ ഗർഭപാത്രത്തിൽ ഉരുവായ നസ്രത്തുകാരനായ യേശുവിൽ വെളിപ്പെടുന്ന ആത്മാവിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു. ജ്ഞാനത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്. ലേഖനങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു, വസിക്കുന്നു. അങ്ങനെയെങ്കിൽ യഹോവയുടെ ആത്മാവ് ഇത്രത്തോളം, അതായത് ആത്മാവിന്റെ ശക്തിയുടെ വിവിധ ലക്ഷണങ്ങളെ അവിടെ എഴുതിയിട്ട് ഇത്രത്തോളം ആത്മസാന്നിധ്യം, അല്ലെങ്കിൽ ആത്മാവിന്റെ വ്യത്യസ്ത തലങ്ങളുള്ളവൻ നമ്മുടെ അകത്ത് വസിച്ചാൽ നമ്മൾ അങ്ങനെയുള്ളവനായി മാറും. നമ്മളങ്ങനെയുള്ളവനായി മാറും. പരിജ്ഞാനത്തിന്റെ ആത്മാവിൽ നാം നിറയും. ജ്ഞാനത്തിന്റെ ശക്തിയാവുന്നവൻ, വിവേകത്തിന്റെ ആത്മാവിനാവുന്നവൻ, ബലത്തിന്റെ ആത്മാവിന് വാക്യങ്ങളിലേക്ക് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഭാഗങ്ങളിൽ ചില പ്രത്യാശയുടെ ദൂതുകളുണ്ട്. അതുകൊണ്ട് ഞാൻ എടുക്കാനായിട്ടാണ് ഓടി വേഗത്തിൽ പോകുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം നാം പഠിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ. 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നാം ഇതിനോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചതാണ്. യെശയ്യാവിന്റെ ആ സബ്ജക്റ്റിലും അത് വന്നതുകൊണ്ടൊന്ന് വായിച്ചു. ജഡം സംബന്ധിച്ച് അവൻ ജനിച്ചത്, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായിട്ടാണ് ജനിച്ചത്. പക്ഷേ മരിച്ചിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. ജനം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ ജനിച്ചെങ്കിലും ദാവീദിന്റെ കല്ലറ നിങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ എന്ന് പത്രോസ് സംസാരിച്ചതിന് ശേഷം അവിടെ നമുക്ക് കാണാൻ കഴിയും. റോമർക്ക് എഴുതിയ ലേഖനത്തിലും അപ്പോസ്തലൻ അതുപോലെ തന്നെ പറയുന്നുണ്ട്, അവൻ ദാവീദിന്റെ സന്തതിയായിട്ടാണ് ജനിച്ചതെങ്കിലും അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കാൻ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. അവൻ ഉയർത്തെഴുന്നേറ്റിട്ട് അവൻ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ശക്തിയോടെ ദൈവപുത്രൻ നിർണയിച്ചവനാണ്. സെഖര്യാപ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. അവിടെയും മുള എന്നുള്ള പദം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യെശയ്യാവ് പ്രവചിച്ചതുപോലെ സെഖര്യാപ്രവാചകന്റെ പുസ്തകത്തിന്റെ 3-ാം അധ്യായം 8-ാം വാക്യം, മഹാപുരോഹിതനായ യോശുവേ, നീയും നിന്റെ മുമ്പിലിരിക്കുന്ന നിന്റെ കൂട്ടുകാരും കേട്ടുകൊള്ളുവിൻ. അവർ അത്ഭുത ലക്ഷണ പുരുഷന്മാരല്ലോ. അല്ലോ, ഞാൻ എന്റെ ദാസനായ മുള എന്നവനെ വരുത്തും. അപ്പോൾ യഹോവയുടെ മുള എന്ന് യെശയ്യാവ് പ്രവചിക്കുമ്പോൾ സെഖര്യാപ്രവാചകന്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ദാസനായ മുള. ഹല്ലേലൂയ. കർത്താവ് വെളിപ്പെട്ടത് യഹൂദന്മാരുടെ രാജാവ് എവിടെ എന്നുള്ള ചോദ്യത്തോടെയാണ്. മത്തായിയുടെ പുസ്തകം പഠിക്കുമ്പോൾ കർത്താവിനെ കാണുന്നത് അവൻ രാജാവാണ്. യഹൂദന്മാരുടെ രാജാവ് എവിടെ എന്നുള്ളത്. എന്നാൽ തുടർന്നുള്ള പുസ്തകങ്ങളിൽ സുവിശേഷങ്ങളും കാണാൻ കഴിയും, അവൻ ദാസനായി മാറുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ ക്ലിയർ പിക്ചർ കർത്താവിനെ കുറിച്ചുകൂടെ നൽകുന്നുണ്ട്. 2-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ നാം പലപ്പോഴായി വായിച്ചിട്ടുള്ളതാണെങ്കിലും ഒന്ന് ഓടിച്ച് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു.
ഓക്കെ, എന്താണ് ക്രിസ്തുയേശുവിന്റെ ഭാവം? അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ടില്ല. കർത്താവ് തൃത്വത്തിൽ ഒരുവനാണ്, ദൈവത്തിനോട് സമത്വമുള്ളവനാണ്, ദൈവസിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ്, പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൽ ഒരുവനാണ്, വചനമാണ്. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് കണ്ടിന്യൂ ചെയ്യാമായിരുന്നു എന്ന ആ വാക്യത്തിന്റെ അർത്ഥം. ഹല്ലേലൂയ. കർത്താവ് ഒരിക്കലും താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ട ആവശ്യമില്ലായിരുന്നു. ഹല്ലേലൂയ. കർത്താവിന് ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ ആ സിംഹാസനത്തിൽ തുടരാമായിരുന്നു എന്നുള്ള ശ്രുതി ആ പദത്തിലുണ്ട്. എന്നാൽ അവൻ അത് പിടിച്ചുകൊള്ളുമെന്ന് വിചാരിക്കാതെ എന്ത് ചെയ്തു? ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി. യാഗങ്ങൾ മനുഷ്യന് പാപപരിഹാരം വരുത്തുവാൻ കഴിയാതിരിക്കെ, ഹല്ലേലൂയ, ഒരിക്കലായി ഒരു യാഗം അർപ്പിക്കപ്പെടേണ്ടതിനായി, ഒരിക്കലായി നമുക്ക് വേണ്ടി ഹല്ലേലൂയ കാൽവരിയിൽ യാഗമായി തീരേണ്ടതിനായി അവൻ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. അറിയാവുന്ന ഭാഗങ്ങളോട് ഒഴിച്ചു വായിച്ചു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. പിതാവിന്റെ ഇഷ്ടത്തിന് അനുസരണത്തോടെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു പുത്രനെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. കർത്താവ് തന്നെ ഹല്ലേലൂയ ഗെത്സമനെ തോട്ടത്തിൽ പറയുന്നുണ്ട്, ഹല്ലേലൂയ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും പിതാവിന്റെ ഇഷ്ടമല്ല, എന്റെ ഇഷ്ടമല്ല, പിതാവിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് പറയുന്ന കർത്താവിനെ കാണാൻ കഴിയുന്നുണ്ട്. അനുസരണമുള്ളവനായി അവൻ തീർന്നു. ദൈവത്തോടുള്ള ബന്ധം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് ഭൂമിയിലേക്ക് വരുവാൻ, മനുഷ്യ സാദൃശ്യത്തിലാകുവാൻ, മനുഷ്യൻ കടന്നു പോകുന്ന സകല വ്യഥകളിൽ കൂടെ വ്യാധികളിൽ കൂടെ അവൻ രോഗികളെ സൗഖ്യമാക്കുമ്പോഴും അവൻ ശരീരത്തിൽ രോഗം ശീലിച്ചവനായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ലഭിക്കേണ്ടതിന് അവൻ മനുഷ്യ സാദൃശ്യത്തിലായി, ഹല്ലേലൂയ, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. എന്തുകൊണ്ട്? അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? ഒരുവൻ താഴ്ത്താൻ തയ്യാറായപ്പോൾ, ഹല്ലേലൂയ, ദൈവം അവനെ ഉയർത്തി. ഉയർച്ച ആഗ്രഹിക്കുന്നവർക്ക് ഉയർച്ച നേടാനുള്ള ഒരു സമവാക്യമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം അവനെ ഏറ്റവും ഉയർത്തി. എന്തുകൊണ്ട്? അനുസരണമുള്ളവനായി, ദൈവപ്രവൃത്തിയുടെ മുമ്പിൽ, ദൈവ ഇഷ്ടത്തിന്റെ മുമ്പിൽ അനുസരണമുള്ളവനായി തന്നെത്താൻ താഴ്ത്തിയവനെ ദൈവം ഉയർത്തി. ഹല്ലേലൂയ. അവൻ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്നവനായ ദൈവമാണ്. അഹങ്കാരികളെ അവൻ ചിതറിക്കുന്നു, എന്നാൽ താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു. ഉയരുവാൻ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ, ഉയർച്ച പ്രാപിപ്പാൻ എല്ലാ മേഖലകളിലും ഉയർച്ച പ്രാപിപ്പാൻ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? എത്രത്തോളം താഴ്ത്താൻ പറ്റുമോ, എത്രത്തോളം അനുസരിക്കാൻ പറ്റുമോ, എത്രത്തോളം ദൈവങ്ങളിൽ സമർപ്പിക്കാൻ പറ്റുമോ, തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കീഴിൽ. ദൈവത്തിന്റെ സമയമൊന്നും നമുക്കറിയത്തില്ല, ദൈവത്തിന്റെ പദ്ധതിയൊന്നും നമുക്കറിയത്തില്ല, ദൈവം ചെയ്യാൻ പോകുന്നൊന്നും നമുക്കറിയത്തില്ല. അവന് മന്ത്രിയായി ഇരുന്നവൻ ആരെന്ന് ദൈവത്തെ എഴുതിയിരിക്കുന്നു. അവന് വല്ലതും കൊടുത്തിട്ട് തിരികെ പ്രാപിക്കുന്നവൻ ആര് എന്ന് എഴുതിയിരിക്കുന്നു. എനിക്ക് ഭരണമാകുന്നവരോട്, എനിക്ക് യേശു ദൈവം അവനെ ഉയർത്തി. എന്താ ചെയ്തത്? സകലനാമത്തിനും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാവുന്ന പദങ്ങൾ സ്വന്തവരുടെ ഭൂലോകരുടെ അവന്റെ നാമത്തിന്റെ മുമ്പിൽ അടങ്ങാത്ത ഒരു മുഴങ്കാലുകളുമില്ല. അത് സ്വർലോകത്തിലാണെങ്കിൽ, ഭൂലോകത്തിലാണെങ്കിൽ, അധോലോകത്തിലാണെങ്കിൽ സകല മുഴങ്കാലുകളും കർത്താവിന്റെ നാമത്തിന്റെ മുമ്പിൽ മടങ്ങും. നീ അനുഭവിക്കുന്ന ഇന്നത്തെ പ്രതിസന്ധിയും കർത്താവിന്റെ നാമത്തിന്റെ മുമ്പിൽ മടങ്ങും. വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? ആ ജോലി മേഖലകളാണോ, ശാരീരിക മേഖലകളാണോ, മാനസിക മേഖലകളാണോ, അവരുടെ മുമ്പിൽ വേഗത്തിൽ പോയി എനിക്കൊന്ന് ആരാധിക്കുവാനുള്ള പൊതുകൊണ്ടാണ് ഞാൻ
വേഗത്തിൽ ഓടുന്നത് സെഖര്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്കൂടെ നമുക്ക് കടന്നു വരാം. 6-ാം അധ്യായത്തിന്റെ 12, 13 വാക്യങ്ങളിലൂടെ നമുക്ക് വായിക്കാം. സൈന്യങ്ങളുടെ യഹോവയുടെ മുള. അതിനുശേഷം സെഖര്യാവ് തന്നെ വീണ്ടും പ്രവചിക്കുന്ന ദാസനായ മുള. വീണ്ടും സെഖര്യാവ് പ്രവചിക്കുന്നു 6-ാം അധ്യായത്തിൽ, മുള എന്നുള്ളൊരു പുരുഷനുണ്ടല്ലോ, മുള എന്ന പേരുള്ളൊരു പുരുഷനുണ്ടല്ലോ, യഹോവയുടെ മന്ദിരം പണിയും. അതുപോലെ പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിൽ യഹോവയുടെ വട്ടത്തിലൊക്കെയാ ദൈവസാന്നിധ്യം ഇറങ്ങിയിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലെ മന്ദിരം നമ്മളാണ്. അവന്റെ സാന്നിധ്യം ഇറങ്ങി വസിക്കുവാൻ, അവൻ ചലിക്കുവാൻ, അവൻ നടക്കുവാൻ ഉള്ള മന്ദിരം നാമാണ്. അവന്റെ മന്ദിരം അവൻ പണിയും. അവൻ തന്നെ യഹോവയുടെ മന്ദിരം പണിയും. അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും. ആ ഭാഗം വിശദീകരിച്ച സമയം പോകുന്നതുകൊണ്ട് 1 കൊരിന്ത്യരിലേക്കൂടെ വന്ന് നാം ആരാധിക്കാൻ പോവുകയാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 45 മുതലുള്ള താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ച് നാം ആരാധിക്കാൻ പോകുന്നു. ഒന്നാം മനുഷ്യനായ നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തിൽ യേശു കർത്താവ് വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ യഹോവയുടെ മന്ദിരം പണിയുന്നവനാണ്. അവൻ മുള എന്ന പേരുള്ള പുരുഷനാണ്. അവനാണ് ഈ മന്ദിരത്തെ പണിയുന്നത്. എന്നാൽ ഈ മന്ദിരം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നാം ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒന്നാം മനുഷ്യനായ ആദാം എന്താ? ജീവിച്ചു, അല്ലെ? ജീവനുള്ള ദേഹിയായി തീർന്നു. ഒടുക്കത്തെ ആദാം എന്ത് ചെയ്യുന്നവനാ? ജീവിപ്പിക്കുന്ന ആത്മാവാകും. താഴോട്ട് വായിച്ചു. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ. അതായത് ആദാം സൃഷ്ടിക്കപ്പെട്ടത് മണ്ണുകൊണ്ടാണ്. യഹോവയുടെ ശ്വാസം ആ മണ്ണിൽ ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അവൻ മണ്ണുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. നാം അവന്റെ പിന്തുടർച്ചക്കാരാണ്. നാം മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്നാൽ സ്വർഗീയനോ രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഒന്നാം മനുഷ്യൻ ആദമാണെന്ന് നാം കണ്ടു. ആദമിനെ പോലെ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം. അവന്റെ പിന്തുടർച്ചക്കാരാണ്. എന്നാൽ യേശു കർത്താവ് ജനിച്ചത് മണ്ണുകൊണ്ടല്ല, അവൻ സ്വർഗീയനാണ്. രണ്ടാം മനുഷ്യൻ എന്താണ്? സ്വർഗത്തിൽ നിന്നുള്ളവനാണ്. അവൻ പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മറിയ ചോദിച്ചത് നമുക്കറിയാം. അവൻ പുരുഷന്റെ ഇഷ്ടത്താലോ ജനത്തിന്റെ ഇഷ്ടത്താലോ വെളിപ്പെട്ടവനല്ല. അവൻ പരിശുദ്ധാത്മാവിൽ ജനിച്ചവനാണ്. മറിയുടെ ഗർഭപാത്രത്തിൽ അവൻ ഉരുവായത് പുരുഷന്റെ ഇഷ്ടത്താലല്ല. ജഡത്തിൽ അവൻ വെളിപ്പെട്ടത് സത്യമാണെങ്കിലും അവൻ ഉരുവായത് പരിശുദ്ധാത്മാവിലാകുന്നു. അതുകൊണ്ട് അവൻ സ്വർഗീയനാണ്. നാം ജനിച്ചതുപോലെ ആദാമിന്റെ പിന്തുടർച്ചക്കാരായ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയവനെ പോലുള്ള നമ്മുടെ ശരീരം ജനിച്ചതുപോലെ അല്ല കർത്താവ് ജനിച്ചത്. അവൻ സ്വർഗീയനാണ്. വേഗത്തിൽ പോകാം. മണ്ണുകൊണ്ടുള്ളവനെ പോലെ ജീവിക്കാനാണ് നമുക്ക് ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെയാകും. എന്നാൽ സ്വർഗീയനെ പോലെ ജീവിക്കുവാൻ അകത്തൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവനെ പോലെ ആകും. താഴോട്ട് വായിച്ചോട്ടെ. നമുക്കൊരു രൂപാന്തരമേ സംഭവിക്കാൻ പോവുകയാണ്. മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ നാം ധരിച്ചു. ആ പിന്തുടർച്ചക്കാരനായതുകൊണ്ടാണ്, ഈ ആദമിന്റെ മണ്ണുകൊണ്ടുള്ള പിന്തുടർച്ചക്കാരനായതുകൊണ്ടാണ് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്നത്. നമുക്ക് ശ്വാസം വലിച്ചെടുത്ത് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. എന്നാൽ അവന്റെ പ്രതിമ ധരിച്ച് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത് പോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. മാംസരക്തങ്ങൾക്ക് ഒരിക്കൽ കർത്താവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചുകൊണ്ട് കർത്താവ് പറയുന്നുണ്ട്, ഇവരിൽ ഏത് മനുഷ്യൻ അവൻ ഭാര്യ ആയിരിക്കും എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കർത്താവ് പറയുന്നുണ്ട്, അവിടെ വിവാഹവുമില്ല, വിവാഹത്തിന് കൊടുപ്പമൊന്നുമില്ല, എല്ലാവരും ദൈവദൂതന്മാരെ പോലെ ആകും. അപ്പോൾ മാംസരക്തങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശനമില്ല. നമ്മുടെ ഈ ശരീരം കൊണ്ട് സ്വർഗരാജ്യത്തിൽ മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ട ആദമിന്റെ പിന്തുടർച്ചയായ ഈ ശരീരം കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. പിന്നെന്താണ് സംഭവിക്കുന്നത്? ദ്രവത്വത്തെ അവകാശമാക്കിയില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു മർമ്മം പറയുവാൻ ആഗ്രഹിക്കുന്നു.
കണ്ണ് ചിമ്മുന്ന സമയത്തിനുള്ളിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. അപ്പൊ നോക്കിയ ശ്രദ്ധിച്ചേ, അതുകൊണ്ട് പുറത്ത് ആരാധിക്കാൻ പോവുക. ശ്രദ്ധിച്ചേ, നാം മണ്ണുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടവരാണ്. ആദമിന്റെ പിന്തുടർച്ചക്കാരനാണ്, മണ്ണുകൊണ്ടുള്ളവനാണ്. ഈ ശരീരവുമായിട്ട് സ്വർഗത്തിൽ പോകാൻ പറ്റൂല. ഹല്ലേലൂയ. കാരണം നാം മണ്ണുകൊണ്ടുള്ളവനാണ്, മണ്ണിന്റെ പിന്തുടർച്ചക്കാരനാണ്. ഈ ശരീരവുമായി മരിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ കർത്താവ് വന്നാലോ ഹല്ലേലൂയ, ഈ ശരീരവുമായി നമുക്ക് പോകാൻ കഴിയത്തില്ല. അതിന് സ്വർഗീയന്റെ ഒരു ഇമേജ് പ്രാപിക്കണം, സ്വർഗീയന്റെ ഒരു പ്രതിമയായി നാം മാറണം, സ്വർഗീയന്റെ ഒരു രൂപാന്തര ശരീരം നാം പ്രാപിക്കണം. അതുകൊണ്ടാണ് മർമ്മം ദൈവസഭയോട് അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുന്നത്. ഒരു മർമ്മം പറയാം, കണ്ണ് അടയ്ക്കുന്ന സെക്കൻഡ്സിനുള്ളിൽ ഈ മണ്ണായിരിക്കുന്ന ശരീരം ഒരു സെക്കൻഡ് കൊണ്ട് രൂപാന്തരപ്പെട്ടിട്ട് സ്വർഗീയന്റെ പ്രതിമയായി സ്വർഗീയന്റെ ശരീരമായി മാറും. ശക്തമായ കുറച്ച് സമയം ഉണ്ടായിരുന്നു ആരാധിക്കാനൊക്കെ. എങ്കിലും ഞാൻ 1-2 വാക്യങ്ങൾ പറഞ്ഞ് ആ വാക്യം വായിച്ച് നാം ആരാധിക്കാൻ പോവുകയാണ്. കണ്ണു വെക്കുന്നിടയിൽ നാം രൂപാന്തരപ്പെടും. നമ്മുടെ ഈ മണ്ണ് കൊണ്ടുള്ള ശരീരം കൊണ്ട് അപ്പൊ എപ്പോഴും ഇത് ചിന്തിച്ചോണം മനസ്സിൽ. നമ്മുടെ ജോലിയെ കുറിച്ചും കുഞ്ഞുങ്ങളെ കുറിച്ചും ബാങ്ക് ബാലൻസിനെ കുറിച്ചും വണ്ടിയെ കുറിച്ചും വീടിനെ കുറിച്ചും മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ എപ്പോഴും ചിന്തിക്കണം, ഈ മണ്ണായ ശരീരം കൊണ്ട് എനിക്ക് എവിടെ പോകാൻ പറ്റത്തില്ല, അവിടെ തന്നെ കയറ്റത്തില്ല. മാംസരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. എനിക്കൊരു സ്വർഗീയ ഇമേജ് വേണം, സ്വർഗീയനായ കർത്താവുമായിട്ടുള്ള രൂപാന്തരം എനിക്ക് വേണം. ഈ മണ്ണുകൊണ്ടുള്ള ശരീരം മാറ്റി അവന്റെ പ്രതിമ ഞാൻ ധരിക്കണം. ഹല്ലേലൂയ. എന്നൊക്കെ അവിടെ താഴെ വായിക്കുന്നു, മരിച്ചവർ അക്ഷയരായി ഉയർത്തും, നാം രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. നമുക്കൊരു രൂപാന്തര ശരീരം ഉണ്ടാകും, അത് സ്വർഗത്തിലേക്ക് പോകുവാനിടയായിത്തീരും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മധ്യമായ കുഴിയിൽ പോകേണ്ട പുഴു തിന്നുന്ന അടക്കപ്പെടുന്ന കുഴിയിൽ പോകുന്ന മധ്യമായ ഈ ശരീരം അമർത്യത്വത്തെ പ്രാപിക്കണം. വായിച്ചാട്ടെ, ഈ ദ്രവത്വമുള്ളത് അപ്പോഴാണ് മരണത്തെ വെല്ലുവിളിക്കാൻ നമുക്ക് കഴിയുന്നത്. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. അടുത്ത പദം എഴുതിയിരിക്കുക, ഹേ മരണമേ നിന്റെ ജയമുടെ ദിവസത്തിലേക്കാട്ട്, ഹേ മരണമേ നിന്റെ ജയമുടെ, ഹേ മരണമേ നിന്റെ വിശ്രമമുടെ. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിലുണ്ട്, നമ്മൾ ചേർന്ന കഥാവിനെ ആരാധിക്കുവാൻ പോവുകയാണ്. നമ്മുടെ ഈ ശരീരം മാറണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് വിശ്വസിച്ചാണ്ട് എനിക്ക് ഈ ശരീരവുമായി ഈ മണ്ണുകൊണ്ടുള്ള ദ്രവത്വമുള്ള ശരീരവുമായി അദ്രവത്വത്തെ എനിക്ക് പ്രാപിക്കുവാൻ കഴിയത്തില്ല. സ്വർഗീയന്റെ പ്രതിമ എനിക്ക് ആവശ്യമാണ്, എനിക്കൊരു രൂപാന്തരം ആവശ്യമാണ്. എന്റെ മരണശേഷം അല്ലെങ്കിൽ ഞാൻ മരിക്കുന്നതിന് മുമ്പ് കർത്താവ് വരുവാണെങ്കിൽ കണ്ണിടിക്കുന്നുള്ള സമയത്തിന് മുമ്പ് എനിക്കൊരു രൂപാന്തരം,